പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും ബ്രൈറ്റ് അക്കാദമിയിലേക്ക് സ്വാഗതം. ഞാൻ ഷനോജ് ലാൽ. നമ്മൾ കൊറോണയുടെ രണ്ടാം വരവിലെത്തി നിൽക്കുകയാണ്. കൊറോണ കുറച്ച് ശമിച്ചെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് വിപരീതമായിട്ട് കൂടുതൽ കേസുകളും മറ്റും നിത്യേന നമുക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണുള്ളത്. സ്വാഭാവികമായും നമുക്കുള്ള ഓഫ്ലൈൻ ക്ലാസ്സുകൾ നടത്താൻ പ്രയാസമായി തീർന്നതുകൊണ്ട് തന്നെ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് മാറാനുള്ളൊരു സമയം ആയിക്കഴിഞ്ഞു. ഇപ്പോൾ 1-2 ആഴ്ചകളോ ചിലപ്പോൾ ഒരു മാസം തന്നെയോ നമ്മളുടെ ക്ലാസ്സുകൾ ഓൺലൈനിലേക്ക് മാറേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായും നമ്മൾക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ചിലർക്ക് വൈഫൈ കണക്ഷൻസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചില ആളുകൾക്ക് റേഞ്ച് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്, നമുക്കറിയാം. പക്ഷേ എന്നിരുന്നാൽ തന്നെയും നമ്മൾ അതിൽ ഒന്ന് വിമുക്തമായിട്ട് ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് മാറാൻ വേണ്ടിയിട്ട് നിർബന്ധിതരായിരിക്കുകയാണ്. ഈ അവസരത്തിൽ എങ്ങനെയാണ് ബ്രൈറ്റ് ഓൺലൈൻ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുക എന്നുള്ള കാര്യമാണ് ഞാനിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ബ്രൈറ്റിൻ്റെ ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമാണുള്ളത്. ഒരു ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്, LMS ഉണ്ട്. അതിൻ്റെ സൈറ്റ് അഡ്രസ്സ് bright.lix.in എന്നുള്ളതാണ്. ഈ ഒരു സൈറ്റിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ മൊബൈലിൽ നിന്നോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ ഡെസ്ക്ടോപ്പിലോ അല്ലെങ്കിൽ ഐപാഡിൽ നിന്നൊക്കെ കയറാം. സിമ്മ് വേണമെന്നുള്ള നിർബന്ധമില്ല. ഒരു ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉള്ള ഏതെങ്കിലും ഒരു ഡിവൈസ് നിങ്ങൾക്കുണ്ടായാൽ മതി. ഈ ഡിവൈസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നേരിട്ട് bright.lix.in എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് അതിലേക്ക് കയറാവുന്നതാണ്. അതിൻ്റെ ട്യൂട്ടോറിയലാണ് നമ്മൾ ഇന്നിവിടെ നിങ്ങൾക്ക് സംഘടിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾക്കിവിടെ ഇന്ന് ട്യൂട്ടോറിയൽ തന്നിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നോക്കി അതിൽ എങ്ങനെയാണ് ലോഗിൻ ചെയ്യുക, അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകൾ എങ്ങനെ പങ്കെടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, എന്തായാലും വിദ്യാർത്ഥികളോട് എനിക്കുള്ള അഭ്യർത്ഥന, നിങ്ങൾ അനാവശ്യമായിട്ട് പുറത്തിറങ്ങുകയോ മാസ്ക് ധരിക്കാതെ പുറത്തിറങ്ങുകയോ ചെയ്യരുത്. കൃത്യമായിട്ട് സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ സ്വയം വീട്ടിൽ തന്നെ ഇരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, എല്ലാവരും സുരക്ഷിതമായിട്ട് വീട്ടിലിരിക്കുക. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് നോക്കാം. ആദ്യമായിട്ട് നിങ്ങൾക്ക് ഒരു ഡിവൈസ് ഉണ്ടാവണമെന്ന് എല്ലാവർക്കും അറിയാം. അതായത് ഒരു ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉള്ള ഒന്നെങ്കിൽ ഒരു മൊബൈൽ ഫോണ്, അല്ലെങ്കിൽ ഒരു ഡെസ്ക്ടോപ്പ്, ഒരു ലാപ്ടോപ്പ്, അല്ലെങ്കിൽ ഒരു ഐപാഡ്. ഇതിലേതെങ്കിലും 4 ഡിവൈസിൽ ഏതെങ്കിലും ഒരു ഡിവൈസ് നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. ഇതിൽ മൊബൈൽ കണക്ടിവിറ്റിക്ക് സിം കാർഡ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. വൈഫൈ കണക്ഷനോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടായാൽ മതി മാത്രമേ ഉള്ളൂ. അതിൽ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സെർച്ച് എഞ്ചിനായിട്ട് ഫയർഫോക്സോ അല്ലെങ്കിൽ ഗൂഗിൾ ക്രോം ഒരു ലേറ്റസ്റ്റ് വേർഷൻ ഉണ്ടാവണം. അതിലെല്ലാ പെർമിഷൻസും അലോ ചെയ്യണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പെർമിഷൻസ് ഇപ്പോൾ ചില സമയങ്ങളിൽ കുട്ടികൾ ഈ ഓഡിയോ പെർമിഷൻ അലോ ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വീഡിയോ ഫോട്ടോസൊക്കെ അലോ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം പെർമിഷൻസ് അലോ ചെയ്തില്ലെങ്കിൽ അത് അൺഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഒന്നുകൂടി ഇൻസ്റ്റാൾ ചെയ്യണം. റീഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പെർമിഷൻസ് എല്ലാം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഒരു ലേണിംഗ് മാനേജ് സിസ്റ്റം പ്ലാറ്റ്ഫോമിലേക്ക് കയറാൻ ശ്രമിക്കാം. ഓക്കെ, ഞാനിവിടെ ഗൂഗിൾ ക്രോമാണ് നിങ്ങൾക്ക് ട്യൂട്ടോറിയലിൽ ഉപയോഗിക്കുന്നത്. ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടതാണ് bright.lix.in എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ bright.lix.in എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയൊരു ഇൻ്റർഫേസാണ് കാണുന്നത്. അവിടെ ലോഗിൻ സൈഡിലായിട്ട് റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് ലോഗിൻ എന്ന് കാണാം. ഈ ലോഗിൻ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങളെ പേര് അതുപോലെ പാസ്വേഡ് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഒരു പാസ്വേഡാണ് അടിക്കുന്നത്, പേരാണ് അടിക്കുന്നത്, ശ്രദ്ധിക്കുക. ഇവിടെ യൂസർ നെയിമായിട്ട് നിങ്ങൾ അടിക്കുന്ന എന്താണോ നിങ്ങളെ പേര്, അതാണ് സാധാരണ യൂസർ നെയിമായിട്ട് വരിക. ചില റിപ്പീറ്റ് ചെയ്യുന്നതിന് യൂസർ നെയിമിന് വ്യത്യാസം ഉണ്ടാവും. എന്തായാലും നോർമലി നിങ്ങളെ പേരാണ് യൂസർ നെയിമായിട്ട് വരുന്നത്. അത് ക്യാപിറ്റൽ ലെറ്ററോ അല്ലെങ്കിൽ സ്മോൾ ലെറ്ററോ അടിച്ചു കൊടുത്താൽ മതി. ഇത് അപ്പർ ലോവർ കേസ് പ്രശ്നമുള്ളതല്ല. പാസ്വേഡ് പക്ഷേ നമ്മൾ കേസ് സെൻസിറ്റീവ് ആണ്. അതിൽ പറയുന്ന പോലെ തന്നെ അടിക്കണം. ഇപ്പം എൻ്റെ പാസ്വേഡ് ഞാൻ ഇവിടെ അടിക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് നമുക്കത് ലോഗിൻ ചെയ്യാൻ നോക്കാം. ഓക്കെ, നമ്മൾ ലോഗിൻ കൊടുത്താൽ ഇങ്ങനെയാണ് നിങ്ങളുടെ ഡാഷ്ബോർഡ് ഉണ്ടാവുക. നിങ്ങൾക്കുള്ള കോഴ്സുകൾ ഇവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് സാധാരണ ഒരു കുട്ടി കയറുന്ന സമയത്ത് ഇതിപ്പോൾ ഞാൻ എല്ലാ കോഴ്സിലും അഡ്മിൻ ആയതുകൊണ്ട് എല്ലാ കോഴ്സിലും ആഡ് ചെയ്തുകൊണ്ടാണ് കുറേ കോഴ്സുകളായിട്ട് കാണുന്നത്. പക്ഷേ നിങ്ങൾ എന്താണോ നിങ്ങളെ ബാച്ച്, ആ ബാച്ച് മാത്രമേ നമുക്കിവിടെ കാണുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു ബാച്ച്, ഇപ്പോൾ സപ്പോസ് നമുക്കിവിടെ SSLC റെഗുലർ ബാച്ച് അല്ലെങ്കിൽ ഹോളിഡേ ബാച്ച് എന്നുള്ളൊരു ബാച്ച് നമുക്ക് ക്ലിക്ക് ചെയ്തെന്ന് വിചാരിച്ചോളൂ. ഞാനിവിടെ താഴെ കാണാം, നിങ്ങൾക്കിവിടെ കോഴ്സസ് എന്ന് പറയുന്ന ഡാഷ്ബോർഡിൽ താഴെയായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ SSLC HB E3 E1 എന്നൊക്കെ പറയുന്ന ഒരു കോഴ്സ് ഞാൻ ക്ലിക്ക് ചെയ്തു. ഈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ നേരെ ആ കോഴ്സിലുള്ള നമ്മളുടെ ടോപ്പിക്കുകളിലേക്ക് എത്തും. അതായത് ഓരോ സബ്ജക്റ്റുകളുണ്ട്. മലയാളം ഫസ്റ്റ്, അങ്ങനെ പറഞ്ഞിട്ടുള്ള എല്ലാ സബ്ജക്റ്റുകളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടാകും. സംസ്കൃതം, മലയാളം സെക്കൻഡ്, ഇംഗ്ലീഷ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അതിലേക്കാണ് എത്തുന്നത്.
ഉണ്ടല്ലോ, ഇങ്ങനെ ഉണ്ടാവും. ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ടാവുന്നത് നമ്മളെ ഓൾറെഡിയുള്ള ലൈവ് ക്ലാസ്സുകൾ, അതുകൂടാതെ PDF ഫയലുകൾ ഉണ്ടായിരിക്കും, അതുപോലെ ഓഡിയോ ക്ലാസ്സുകൾ, ഇങ്ങനെയുള്ള 2-3 ഫോർമാറ്റുകളിലെ കാര്യങ്ങളുണ്ടാവുക. PDF ഫയലുകൾ ഉണ്ടായിരിക്കും, ഓഡിയോ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, പിന്നെ നിങ്ങൾക്ക് അതൊക്കെ ആക്സസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നമുക്ക് ബി എന്ന് പറയുന്നൊരു കാര്യമാണ്, ഇത് ബിഗ് ബ്ലൂ ബട്ടനെ സൂചിപ്പിക്കുന്നതാണ്. ഈ ഒരു ഇംഗ്ലീഷിലിപ്പം നിങ്ങൾ കണ്ടല്ലോ, ബി എന്ന് പറയുന്നത് ലൈവ് ക്ലാസ് ഓൺ ദിസ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതാത് പെർട്ടിക്കുലർ ഡേറ്റിന് നേരെ, അതാത് സമയത്തിന് നേരെ നിങ്ങളത് ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ ക്ലാസ്സിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മളിത് ക്ലാസ് കഴിഞ്ഞതാണ്. ഒരു ലൈവ് സെഷൻ ഞാൻ വേറെ നിങ്ങൾക്ക് കാണിച്ചു തരാം. രണ്ടാമതുള്ളത് നമുക്കിവിടെ ഈ ഒരു ഓഡിയോ ക്ലാസ്സുകളാണ്. ഇപ്പോൾ മലയാളത്തിന് കടൽ തീരത്ത് എന്ന് പറയുന്നതിൻ്റെ ഓഡിയോ ക്ലാസ് കണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഓഡിയോ പ്ലേ ആവും. കേട്ടല്ലോ, ഇത് പ്ലേ ആവും ഓട്ടോമാറ്റിക്കലി, നിങ്ങൾക്ക് പ്ലേ ആക്കാം, നിങ്ങൾക്ക് അതിൻ്റെ ക്ലാസ്സുകൾ ഇങ്ങനെ കേൾക്കാം. അങ്ങനെ ഒരു വഴിയുണ്ട്. അതുകൂടാതെ രണ്ടാമത്തെ വഴിയാണ് നമ്മൾ പറഞ്ഞത് ലൈവ് ക്ലാസ്സുകൾ വഴി. മൂന്നാമത് നമുക്കിവിടെ ഈ നോട്ട്സ് നമുക്കിവിടെ തന്നിട്ടുണ്ടാവും. ഇത് ഓരോന്നിൻ്റെയും സബ്ജക്റ്റുകളുടെ നോട്ട്സുകൾ ഇങ്ങനെ PDF ഫോർമാറ്റായിട്ട് ഇവിടെ ഓൾറെഡി നിങ്ങൾക്ക് കാണാം. അതുപോലെ ഓഡിയോസ് ഉണ്ടാവും, MP4 ഉണ്ടാവും, അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഇതിൽ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ലൈവ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് കയറാൻ സാധിക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ടൈം ടേബിൾ ഓൾറെഡി പ്രൊവൈഡ് ചെയ്യും. ആ ടൈം ടേബിളിലുള്ള സബ്ജക്റ്റും അതുപോലെ അതിൻ്റെ സമയവും കൃത്യമായിട്ട് നോക്കിയിട്ട് ആ സബ്ജക്റ്റിന് നേരെ ഇതുപോലത്തെ ലിങ്കുകൾ കാണാൻ നിങ്ങൾക്ക് ഓരോ ദിവസങ്ങളുള്ള സബ്ജക്റ്റുകൾ എഴുതി അതിൻ്റെ ടൈം എഴുതിയിട്ടുള്ള ഇതാണ്. ഓരോ ഡേയ്സും ടൈം ടേബിൾ അനുസരിച്ച് സെറ്റ് ചെയ്തതാണ്. അപ്പോൾ മാത്തമാറ്റിക്സിൽ ഇന്നത്തെ ഒരു ടെസ്റ്റ് സെഷനായിട്ട് ഞാനൊന്ന് ഇവിടെ ആഡ് ആക്കിയിട്ടുണ്ട്. ടെസ്റ്റ് സെഷൻ ഓൺ 22/4/2021 at 11:20 AM എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ലൈവായിട്ടുള്ള ക്ലാസ്സുകളാണ്. ഈ ക്ലാസ്സിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് തന്നെ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യാം. ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ജോയിൻ സെഷൻ എന്ന് കാണാം. ജോയിൻ സെഷൻ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മൈക്രോഫോൺ അതുപോലെ ലിസൺ ഓൺലി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. 2 കാര്യങ്ങൾ ഇവിടെ ഓപ്ഷൻസ് വരും. ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് മൈക്രോഫോൺ ആണെന്ന് പ്രത്യേകം പറയുകയാണ്. ലിസൺ ഓൺലി ആണെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാൻ മാത്രമേ പറ്റുള്ളൂ. ടീച്ചേഴ്സ് പറയുന്ന സമയത്ത് അതിനെ റിപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ടത് മൈക്രോഫോൺ എന്ന് പറയുന്ന ഈ ഒരു ലിങ്കിലാണ്, ഇവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇതിൽ മാത്രമേ കയറാൻ പാടുള്ളൂ. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ ഡിവൈസിന് അതുപോലെ മൈക്രോഫോൺ ഇല്ലാത്തതുകൊണ്ടുള്ള ഇഷ്യൂ ആണ്. അല്ലാതെ നിങ്ങൾക്ക് നേരിട്ട് എന്ത് ചെയ്യാം, ഒരു എക്കോ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വരും, നേരിട്ട് എന്ത് ചെയ്യാം, അതിലേക്ക് കയറാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സെഷൻ ഇവിടെ വന്നിട്ടുണ്ടാവും. ഈ സെഷനിൽ നിങ്ങളെ ടീച്ചേഴ്സ് ആ സമയത്ത് കൃത്യസമയത്ത് വരും, എല്ലാം കാണാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ വിളിച്ചു നോക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കൊറോണയാണ്. കൊറോണ സമയത്ത് നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം, മാസ്ക് അതുപോലെ തന്നെ സാനിറ്റൈസർ യൂസ് ചെയ്തിട്ട് വളരെ സുരക്ഷിതമായിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് കൃത്യമായിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണമെന്ന് കൂടി പ്രത്യേകം പറയുകയാണ്. ഓക്കെ, ശരി.